ശ്രദ്ധിക്കേ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 204. പേജ് 204, ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നമ്മുടെ ആദ്യം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ഉണ്ടായിരുന്നു. ഈക്വലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം. അതിന്റെ ലാറ്ററൽ സർഫസ് 3 മൂന്നെണ്ണത്തിന്റെയും കൂടെ ടോട്ടൽ ഏരിയ എത്ര ആയിരുന്നു? 120. ഏതാ 3 ലാറ്ററൽ ഫേസ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇതാകുമ്പോൾ 4 ലാറ്ററൽ ഫേസ് ഉണ്ട് കേട്ടോ. ഇതിന് എത്ര ലാറ്ററൽ ഫേസ് ഉണ്ട്? 1, 2, 3, 4. കാരണം ബേസിൽ 4 എണ്ണം ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതുവരെ 3 എണ്ണം ഉണ്ടെങ്കിൽ ലാറ്ററൽ ഫേസ് എത്ര എണ്ണം കിട്ടത്തുള്ളൂ? 3 എണ്ണം. ഓക്കെ, ഇത്തര അപ്പോൾ ഒരെണ്ണത്തിന്റെ അപ്പൊ 3 ഫേസസിന്റെ ആണ് 120. അങ്ങനെയാണ് ഏരിയ ഓഫ് 1 ഫേസ് 120/3. ആൻസർ ആരാ? 40 സെന്റിമീറ്റർ സ്ക്വയർ. ഇതേപോലത്തെ 2 എണ്ണം ചേർത്ത് വെച്ച് നമ്മൾ ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞേക്കുന്നത്? റോംബസ് ആണല്ലോ. ഇതേപോലത്തെ 2 എണ്ണം ചേർത്ത് വെച്ച് ഇതേപോലത്തെ 2 എണ്ണം ചേർത്ത് വെച്ച് റോംബസ് ബേസ് ആയിട്ടുള്ള ഒരു പ്രിസം ഫോം ചെയ്യുക. റോംബസ് ബേസ് എങ്ങനെയാ? എന്താ റോംബസിന്റെ പ്രത്യേകത? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ബട്ട് നോട്ട് ജസ്റ്റ് സ്ക്വയർ. സ്ക്വയർ അല്ല, ചരിഞ്ഞിരിക്കും. മനസ്സിലായല്ലോ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ നേരെ ഇരിക്കും, മറ്റേ ഇങ്ങനെ ചരിഞ്ഞിരിക്കും. കേട്ടല്ലോ? ഓക്കെ, ചരിഞ്ഞിരിക്കുന്ന ഫിഗർ കേട്ടല്ലോ, അതാണ് ഈ പ്രിസം. അപ്പൊ അതിന് 4 സർഫേസ് ഉണ്ട്. 1 ഉണ്ടല്ലോ, 1, 2, 3, 4 4 നിങ്ങൾക്ക് ചുറ്റുപാടും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഏരിയ വരുമ്പോൾ 4 × 1 ഫേസ് ഏരിയ. ഒരു ഫേസിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടിയത്? 40. അപ്പൊ 4 × 40 ആൻസർ എത്ര വരും? 160 സെന്റിമീറ്റർ സ്ക്വയർ. 4 എണ്ണം വരും. ഇനി ഇത് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് ഒരു ബേസ് ഒരു ട്രിപ്പീസിയം ഷേപ്പിലാണ്. ബേസ് ട്രിപ്പീസിയം. ഇതേപോലെ കണ്ടോ? ഇതാണ് ട്രിപ്പീസിയം. കണ്ടല്ലോ, ഇതേപോലെ ട്രിപ്പീസിയം ഷേപ്പിലാണ്. കാണേ രണ്ടിതാ നമ്മുടെ ട്രിപ്പീസിയം ഉണ്ടായത്. ഇത്തരം 3 എണ്ണം ഭാവിച്ചത് കേട്ടോ. 3 എണ്ണം 3 ഇതേപോലത്തെ ചേർത്താണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. 3 എണ്ണം. എന്നിട്ട് ബേസ് ഒരു ട്രിപ്പീസിയം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയാൽ ഇതേപോലത്തെ ഞാൻ ഈ വരയ്ക്കുന്ന ആ സ്ക്വയർ കാണും. സ്ക്വയർ അല്ല, 4 സൈഡ് ഉണ്ട്. ഇത് കണ്ടോ? ഇത്തരം നിങ്ങൾക്ക് ടോട്ടലി 5 എണ്ണം ഉണ്ടാവും ഇവിടെ. 5 എണ്ണം കണ്ടോണേ. 1, 2 2 കണ്ടോ? ഇനി 2 മോനെ മൂന്നാമത്തെ. അപ്പൊ 2 കണ്ടല്ലോ. 1, 2 മൂന്നാമത്തെ ഇതാ മോനെ. ഇതാണ് മൂന്നാമത്തെ ഈ സൈഡ്. 4-മത്തെ ഈ സൈഡ് ഉണ്ടോ? ഈ സൈഡ് 4-മത്തെ ഈ സൈഡ്. 5-മത്തെ ഈ പുറയില്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ചുറ്റുപാടും കറങ്ങി നടന്നാൽ 5 ഫേസ് ഇതേപോലെ കാണാൻ പറ്റും. ഇതേപോലെ കേട്ടോ, 5 ആണ് ചുറ്റുപാടും. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഏരിയ വരുമ്പോൾ ഏരിയ ഓഫ് ലാറ്ററൽ സർഫസ് കേട്ടോ. ലാറ്ററൽ സർഫസ് ഏരിയ ഇതിന്റെ വരുമ്പോൾ 5 × 40 ആൻസർ ആര് വരും? 200 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. 5 ഫേസ് ഉള്ളത് കൊണ്ട് ഒരു ഫേസിന്റെ ഏരിയയെ 5 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി അടുത്തത് ഒരു ബേസ് ഇത്ര എത്ര ചേർത്ത് വെച്ചതെന്ന് നോക്കിക്കേ. മെയ്ഡ് ബൈ 6H 6 എണ്ണം ചേർത്ത് വെച്ചേക്ക് കേട്ടോ. ഇത് 6 എണ്ണം ഇതേപോലത്തെ 6 എണ്ണം ചേർത്ത് വെച്ചപ്പോൾ ബേസ് ഏത് ഷേപ്പായി? ബേസ് ഏത് ഷേപ്പാ? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് എത്ര സൈഡ്സ് ഉണ്ട്? എത്ര സൈഡ്സ് ഉണ്ട്? ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡ്സാ? 6. അപ്പോൾ 6 ഫേസ്. ഇതാണവനെ ഉണ്ടോ? 1, 2, 3 ഇങ്ങനെ ചുറ്റുപാട് നടന്നാൽ 6 എണ്ണം ഉണ്ട്. Therefore lateral surface area എന്ന് പറഞ്ഞാൽ 6 × area of 1 face, that is 6 × 40. Answer is 240 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ടോട്ടൽ ഏരിയ കേട്ടല്ലോ. ഒരാളുടെ നമുക്ക് കിട്ടിയ 40. ഇത് വെച്ചുകൊണ്ടൊരു ആദ്യത്തെ റോംബസ് ആയിരുന്നു. അപ്പോൾ 4 ഫേസ് 4 × 40. അടുത്തത് നമുക്കൊരു ബേസ് ഒരു ട്രിപ്പീസിയം ആയപ്പോൾ ടോട്ടലി കണ്ടല്ല 5 ഫേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നോക്കണ്ട. 1, 2 പിന്നെ ഈ സൈഡ് ഒന്ന്, ഈ സൈഡ് ഒന്ന്, പുറയിലൊന്ന് കേട്ടോ. അങ്ങനെ 5 ഫേസ് ഉണ്ട്. ഒരു ഫേസിന്റെ ഏരിയ 40.
Therefore, 5 5 into 40 എത്ര 200. ഇതാകുമ്പോൾ ബേസ് ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ആകുമ്പോൾ 6 ഫേസ് ഉണ്ട്. ഒരു ഫേസിന്റെ ഏരിയ 40 ആകുമ്പോൾ 6 ഫേസിന്റെ ഏരിയ 6 into 40 240 centimeter square. ഓക്കെ, ഒന്ന് എഴുതിട്ടോ. സ്കൂൾ ബിൽഡിംഗ് there are 12 cylindrical pillars. നമ്മള് സ്കൂളുകളിലൊക്കെ ഇങ്ങനെ പില്ലറുകൾ പണിഞ്ഞാണ് ഉണ്ടാക്കാറ്. കണ്ടില്ലയോ, വലിയ തൂണുകൾ കണ്ടിട്ടില്ലയോ, അങ്ങനെ റൗണ്ട് തൂണുകൾ കണ്ടിട്ടില്ലയോ, അവരെല്ലാം സിലിണ്ടറുകളാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ എത്ര എണ്ണം ഉണ്ട് ഹുസൈന് പറയുന്നത്? എത്ര എണ്ണമാ? 12 എണ്ണം. ഓക്കെ, ഈച്ച് ഓഫ് ബേസ് ഡയമീറ്റർ ഹാഫ് മീറ്റർ. കേട്ടോ, ഹാഫ് മീറ്റർ ആണ് ബേസ് ഡയമീറ്റർ. അത് ശ്രദ്ധിക്കണം, ബേസ് ഡയമീറ്റർ എത്ര? ഹാഫ്. ആൻഡ് ഹൈറ്റ് എത്ര മോനെ? 4. ഹൈറ്റ് 4 മീറ്റർ. ഇത് ഡയമീറ്റർ ആണ് കേട്ടോ, ഈ തന്നേക്കുന്നത് ഡയമീറ്റർ ആണ്. ഹൈറ്റ് ഉണ്ട്. ഫസ്റ്റ് എന്താ മോനെ? വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ? ഫോർമുല ആരാ? 2πr/h. അപ്പൊ r വേണം, h വേണം, r വേണം. ഇപ്പൊ വോളിയത്തിനാണേലും കർവ്ഡ് സർഫസ് ഏരിയക്കാണേലും r ഉം h ഉം ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് മറന്നു പോകണ്ട. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് 80 rupees per square meter? ഇതിന് നമ്മൾക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകുമെന്ന? ഒരു സ്ക്വയർ മീറ്ററിന് എത്ര രൂപ വെച്ചാ പറയുന്നത്? എത്ര? 80 രൂപ വെച്ച് എത്രയാവും? ഓക്കെ, 80 rupees. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഒരെണ്ണമാണ് ആദ്യം. ഇതേപോലത്തെ 12 എണ്ണമാണ് തന്നേക്കുന്നത് കേട്ടോ. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ആ ഒരെണ്ണത്തിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മോനെ? 4 മീറ്റർ. ഇനി റേഡിയസ് നമുക്ക് വേണം. ഡയമീറ്റർ ആണ് ഹാഫ് മീറ്റർ. Therefore, റേഡിയസ് എങ്ങനെയാ മോനെ കണ്ടുപിടിക്കുന്നത്? ഡയമീറ്റർ ബൈ 2. ഡയമീറ്റർ ബൈ 2 കേട്ടോ. ഡയമീറ്റർ ബൈ 2 അതാണ് റേഡിയസ്. ഡയമീറ്റർ ഇവിടെ എത്ര മോനെ? 1/2 ബൈ 2. ആൻസർ വരുമ്പോൾ 1/4 മീറ്റർ. മറന്നു പോലെ 1/2 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് മാറും? 1/4 ആവും. മറന്നുപോലെ, അല്ലാതെ 2നെ വെട്ടിക്കളയെല്ലാരും. 1/2 അതിന്റെ പകുതി, 1/2ന്റെ പകുതി ആരായിട്ട് മാറുക? 1/4 ആയിട്ട് മാറും. ഓക്കെ, 2 കിട്ടി. അപ്പൊ ഡയമീറ്റർ ആയി, റേഡിയസ് 6 കിട്ടി. ഇനി നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് ആക്ച്വലി. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും അതിന്റെ കർവ്ഡ് സർഫസ് ആണ്. വളഞ്ഞതായതുകൊണ്ട് ലാറ്ററൽ എന്നല്ല വിളിക്കേണ്ടത്, കർവ്ഡ് സർഫസ് എന്നാണ് വിളിക്കേണ്ടത്. പിന്നെ നമ്മളങ്ങ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഈ സീക്വൽ ഫോർമുല 2πr/h. 2πr/h ഈസ് ഈക്വൽ പറഞ്ഞോ, വാല്യൂസ് പറഞ്ഞോ. 2 into 3.14 into 1/4 into h എത്ര മോനെ? 4. എന്ത് സംഭവിക്കും? 4ഉം 4ഉം ക്യാൻസൽ ആവും. 4ഉം 4ഉം വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 into 3.14, 2 into 4 8, 2 into 1 2, 2 into 3 6, 6.8 centimeter square. ഒരെണ്ണത്തിന്റെ ചുറ്റും ഇതേപോലെ. അപ്പൊ നമുക്ക് നോക്കി, ഒന്നാമത്തെ കിട്ടി. രണ്ടാമത്തെ പാർട്ട് എന്താ മോനെ? രണ്ടാമത്തെ പാർട്ട് വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് ₹80? ഇതേപോലെ ഫുൾ പില്ലറിന് നമ്മൾ എന്ത് ചെയ്യണം മോനെ? പെയിന്റ് ചെയ്യണം. ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ വെച്ച് എത്ര ചെലവ്? അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം. അപ്പൊ നമ്മളിപ്പോ എത്ര എണ്ണത്തിനാ കണ്ടുപിടിച്ചത്? ഒരെണ്ണത്തിന്. അപ്പൊ 12 എണ്ണത്തിന് എത്ര ആയിരിക്കും? ഇൻറ്റു ചെയ്യണം. ആരൊക്കെ? Therefore, lateral surface area of 12 such pillars is equal to 12 into 6.28. അപ്പോൾ 12 എണ്ണത്തിന് കിട്ടും. ഇത് നിങ്ങൾ ഇൻറ്റു ചെയ്യാൻ 628നെ ആരും കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 12 കൊണ്ട് ഇൻറ്റു ചെയ്ത ശേഷം വലത്തുനിന്ന് ഇടത്തോട്ട് എത്ര ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം? 2 മാറ്റി കുത്തിടുമ്പോൾ നമ്മുടെ ആൻസർ ആവും. ഓക്കെ,
ഇനി നമുക്ക് വേണ്ടത് ആരാ മോനെ? കോസ്റ്റ്. കോസ്റ്റ് വേണമെങ്കിൽ ഈ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ ആരും കൊണ്ട് ഇൻഡ് ചെയ്യണം മോനെ? 80 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻഡ് ചെയ്യണം. എത്ര? 80. 80 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചെലവ് എത്രന്ന് കിട്ടും, കോസ്റ്റ് എത്രന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യാനൊക്കെ മനസ്സിലായി തോന്നുന്നു. ഫിഗർ ചെറുതായിട്ടൊന്ന് വരയ്ക്കണം. 4 മീറ്റർ. ഇനി ഡയമീറ്റർ ഹാഫ് മീറ്റർ, ഹൈറ്റ് എത്ര? 4 meter, radius diameter by 2, that is half 1/2 by 2 becomes 1/4. Next LSA 2 pi RH, അവിടെ 4 cancel ആയി, 2 into 3.14 6.28 ആയി. ഇതേപോലത്തെ 12 എണ്ണത്തിന്റെ വേണമെങ്കിൽ അതിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 12 എണ്ണത്തിന്റെ ടോട്ടൽ നമ്മുടെ കർവ്ഡ് സർഫസ് ഓർ ലാറ്ററൽ സർഫസ് ശരി കിട്ടും. എന്നിട്ട് അതിനെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ആ കിട്ടുന്ന ആൻസറിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? അതുകൊണ്ടോ 80 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഇൻ റുപ്പീസ് കിട്ടും. കണ്ടല്ലോ, അത്ര ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവും. എളുപ്പം ചെയ്തേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് പേജ് നമ്പർ 208. The drum of a road roller has base diameter 80 centimeter and length 1.2 meter. What is the area of the റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ്? ഇത് ഒരു തവണ കറങ്ങിയാൽ എന്തുമാത്രം റോഡ് എന്ത് ചെയ്യും? ലെവലാക്കാൻ. ഒരു തവണ ഇങ്ങനെ ഉണ്ടല്ലോ, വൺ ടൈം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ഒരു തവണ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലയോ? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആകുമ്പോൾ ഇത് മുന്നോട്ട് പോകത്തില്ല. അവനെ മുന്നോട്ട് പോകുമ്പോൾ റോഡിന്റെ അത്രയും ഭാഗം എന്ത് ചെയ്യും? ലെവലാവും. അതിന്റെ ഈ വലുപ്പത്തിനനുസരിച്ചാണ് ഇതിന്റെ ഏരിയ കൂടുന്നത്. ചെറിയതാണെങ്കിൽ കുറച്ച് ഒരു തവണ കറങ്ങുമ്പോൾ ലെവലാകത്തുള്ളൂ. വലിയതാണെങ്കിലോ കൂടുതൽ ദൂരം നമുക്ക് എന്ത് ചെയ്യും? ലെവൽ ചെയ്ത് കിട്ടും. അപ്പൊ ഇത് ഒരു തവണ ഇങ്ങനെ ഒന്ന് കറങ്ങിയാൽ റോഡിലെ എന്തുമാത്രം ഏരിയ ലെവലാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയ CSA കണ്ടോ. LSA എന്ന് പറയുന്നത് പോലെ തന്നെ CSA രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് CSAയും മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഫേസുകൾക്കെല്ലാം LSA കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാ നമ്മുടെ ഏകദേശം ഒരു റോഡ് റോളറാണ്. ഇതിന്റെ ഡയമീറ്റർ എത്ര മോനെ? ഡയമീറ്റർ എത്ര തന്നിരിക്കുന്നത്? 80. ഡയമീറ്റർ ഉണ്ടെങ്കിൽ ആരെ കിട്ടും? റേഡിയസ് എത്ര എന്ന് പറഞ്ഞേ? Diameter is 80. Therefore, what is radius? എത്ര? 40. ശ്രദ്ധിക്കുക, diameter therefore radius is equal to 80 by 2, 40 centimeter. ഓക്കെ, 6 കിട്ടി. ഇനി നമുക്ക് ഈ തന്നെ നീളം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് നമ്മുടെ h ആണ്. therefore h എത്ര മോനെ? 1.2 മീറ്റർ. ഇത് ശ്രദ്ധിക്കണം. ഇവിടെ വെച്ച് ഇത് റേഡിയസ് സെന്റിമീറ്ററിലും ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് മീറ്ററിലും. ഒരിക്കലും അങ്ങനെ ഇട്ട് ചെയ്യരുത്. രണ്ടും ഒരു യൂണിറ്റ് ആക്കിയേ ചെയ്യാവുള്ളൂ. ഒന്നുകിൽ ഈ മീറ്ററിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? സെന്റിമീറ്ററിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഈ സെന്റിമീറ്ററിനെ എങ്ങോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? മീറ്ററിന് ഞാൻ സെന്റിമീറ്റർ ഒന്ന് മാറ്റി കാണിക്കാം. 1.2 മീറ്റർ എന്ന് പറയുമ്പോൾ 1.2 into 100 സെന്റിമീറ്റർ. 1.2 into 100 എന്ന് പറയുമ്പോൾ എത്ര വരും മോനെ? 1.2 into 100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? എത്ര സെന്റിമീറ്ററാ? 1.2 into 100 120. കറക്റ്റ്. 100 into 12 ആൻസർ കിട്ടുന്ന 1200. 1200 ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 120 കേട്ടോ. 120 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഹൈറ്റിനെ സെന്റിമീറ്റർ ആയി, റേഡിയസും സെന്റിമീറ്റർ ആയി. നമ്മുടെ CSA കണ്ടുപിടിക്കാമല്ലോ. CSAയുടെ ഫോർമുല പറഞ്ഞേ? 2 pi RH. അപ്പൊ എങ്ങനെ വരും? 2 into 3.14 into 40 into 120. എല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് 2 ഡിജിറ്റ് മാറ്റി എന്തിട്ടേക്കണം? പോയിന്റ് ഇടുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആവും. എന്തുമാത്രം ഏരിയ ഒരു തവണ കറങ്ങുമ്പോൾ അത് റോള് ചെയ്യുന്നത്, എന്തുമാത്രം കവർ അപ്പ് ചെയ്യുന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. The curved surface area of a cylinder is equal to its base area. എന്താണ്? The curved surface area of a cylinder is equal എത്ര മോനെ? Base area. What is the relationship between radius and എന്താണ് മോനെ? Height. മീനിങ് എന്താന്ന് കേട്ട മോനെ? ഒരു സിലിണ്ടറിന്റെ
സിലിണ്ടറിന്റെ ഈ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ആര് കർവ്ഡ് സർഫസ് ഏരിയ CS അതാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ആര് ബേസ് ഏരിയ. ഇത് തമ്മിൽ ഈക്വൽ ആവുന്ന സമയത്ത് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചു, ബേസ് ഏരിയയും കണ്ടുപിടിച്ചു, രണ്ട് ഈക്വൽ ആവുന്ന സമയത്ത് റേഡിയസും ഹൈറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. അതെന്തായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു ആരെന്ന് എഴുതാൻ മോനെ ബേസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ആർക്ക് ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? ബേസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല പറഞ്ഞേ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ, കർവ്ഡ് സർഫസ് ഏരിയ അല്ല 2πr/h. ലാറ്ററൽ സർഫസ് ഏരിയ അത് തന്നെ. ഓക്കെ, ബേസ് ഏരിയയുടെ ഫോർമുല ബേസ് ഏരിയ സിലിണ്ടർ, ബേസ് ഏരിയ ഓഫ് സിലിണ്ടർ πr². ആരാ ബേസ് ഏത് ഷേപ്പാ? സർക്കിൾ. അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ. വാട്ട് ഈസ് ഏരിയ ഓഫ് സർക്കിൾ? πr². അപ്പൊ നമുക്ക് നോക്കിക്കേ. ഇപ്പൊ CS ആരായിരുന്നു? 2πr/h. ബേസ് ഏരിയ ആരാ മോനെ? πr². തമ്മിൽ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? പൈയും എന്തായി പോകും മോനെ? ക്യാൻസൽ ആവും. അതാണ്ട് ഈ പൈയും ക്യാൻസൽ ആയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 2r/h അല്ലേ? r² എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ മോനെ? r × r. ശരിയല്ലയോ? r² എന്ന് പറഞ്ഞാൽ 2 തവണ r ഇല്ലയോ? അന്നേരം പിന്നെയും ഒരു r എന്തായി പോകും മോനെ? ക്യാൻസൽ. ബാക്കി എത്ര കിട്ടി? 2h = r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഈക്വൽ ടു 2 × ആരാ? ഹൈറ്റ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് ഓഫ് ആരാണ്? ഹൈറ്റ്. എന്ന് പറഞ്ഞാൽ റേഡിയസ് ഹൈറ്റിന്റെ ഇരട്ടി ഉണ്ടായിരിക്കണം. റേഡിയസ് ഹൈറ്റിന്റെ എന്തുണ്ടായിരിക്കണം? ഇരട്ടിയാവുന്ന സമയത്താണ് അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും തമ്മിൽ എന്താവുന്നത്? ഈക്വൽ ആവുന്നത്. അപ്പൊ ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും ഒരു സിലിണ്ടറിന്റെ തുല്യമാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? അതിന്റെ റേഡിയസ്, ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ എന്തുണ്ടായിരിക്കണം? ഇരട്ടി നീളം ഉണ്ടാവുന്ന ആ സമയത്താണ് തമ്മിൽ എന്താവുന്നത്? ഈക്വൽ ആവുന്നത്. അപ്പം 2h = r. ഓർ തിരിച്ചു വായിച്ചാൽ r = 2h. That means radius equal to twice the height or double the height. Okay, ഇതാണ് എളുപ്പം ചെയ്തിട്ടേ. A rectangular sheet of metal. നമ്മള് അലൂമിനിയം ഷീറ്റ് ഒക്കെ കണ്ടുണ്ട്, മെറ്റൽ ഷീറ്റ് കണ്ടുണ്ട്. വിത്ത് സൈഡ്സ് എത്ര മോനെ? 48 സെന്റിമീറ്റർ ആൻഡ് 25 സെന്റിമീറ്റർ. ഓക്കെ, നീളവും വീതിയും. Into a cylinder of height എത്ര മോനെ? 25 centimeters and its ends are closed with the exactly fitting circles. What is the total surface area of this cylinder? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ മോനെ ഇതാണ് നമ്മുടെ ഏകദേശം സംഭവം. ഇതിന് 48 സെന്റിമീറ്റർ മോനെ. ഇത് 48 സെന്റിമീറ്റർ നീളം, 25 സെന്റിമീറ്റർ വീതി. ഓക്കെ, ഇങ്ങനൊരു നമ്മളൊരു അലൂമിനിയം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു മോനെ? റോള് ചെയ്തു. റോള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയും റോള് ചെയ്യാം, തിരിച്ച് ഇങ്ങനെയും എന്ത് ചെയ്യാം? റോള് ചെയ്യാം. ഇവിടെ റോള് ചെയ്യേണ്ടത് ഒരു കറക്റ്റ് രീതിയിൽ കൂടെ ആയിരിക്കണം. അതൊന്ന് വായിച്ചേ, ബാക്കി ഒന്ന് വായിച്ചെങ്കിലേ അറിയത്തുള്ളൂ. ബാക്കി വായിച്ചേ. ബാക്കി എന്താണ്? ഈസ് റോൾഡ് ഇൻ എ സിലിണ്ടർ ഓഫ് ഹൈറ്റ് എത്ര? 25. ഹൈറ്റ് 25 വരണം. ഹൈറ്റ് 25 വരണം എന്നാണ്. ഇത് 25 വരണം എന്നുണ്ടെങ്കിൽ മനെ ഇതാ നമ്മുടെ ഹൈറ്റ് കണ്ടല്ലോ. ഇതിന്റെ ഹൈറ്റ് ഇത് 25 വരണമെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ. കണ്ടോ സിലിണ്ടർ ഉണ്ടാക്കി. നമ്മൾ ആരെ ഫോം ചെയ്ത മോനെ? സിലിണ്ടർ ഫോം ചെയ്തപ്പോ കണ്ടോ ഹൈറ്റ് കറക്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്. എത്ര വരുന്നുണ്ട് മോനെ? ഹൈറ്റ് എത്ര കാണുന്നുണ്ട്? 25 കാണുന്നുണ്ടോ? ഹൈറ്റ് എത്ര? 25 ഉണ്ടോ? ഇതാണ് ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ആണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവിടെ ഒരു സർക്കിൾ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു?
ഫിറ്റ് ചെയ്തു. ഇവിടെ ഒരു സർക്കിൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഫിറ്റ് ചെയ്തപ്പോൾ ഇത് ക്ലോസ്ഡ് ആയില്ലയോ? ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എന്തായിരുന്നു മോനെ? 2πrh പ്ലസ് 2πr². മറന്നു പോകരുത്. ഓക്കെ, 2πrh പ്ലസ് 2πr². ഈ 2πr² എന്ന് പറഞ്ഞാൽ മോനെ ഇതാണ് നമ്മുടെ 2πrh, ഈ ഏരിയ. ഓക്കെ, ഈ ഏരിയ ആണ് 2πrh. ഇനി ഇതൊരു സർക്കിളാ, ഇതൊരു πr². ഇതൊരു സർക്കിളാ, ഇതും πr². അപ്പൊ എത്ര πr² ഉണ്ട് ടോട്ടൽ? മണ്ടയ്ക്കും താഴെയും കൂടെ എത്ര? 2πr². 1πr² പ്ലസ് 1πr² ബിക്കംസ് 2πr². പിന്നെ ആരാ? ഒരു 2πrh. ഓക്കെ, ഇനി ഇത് ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. നമുക്ക് ആദ്യം ഇതിന്റെ റേഡിയസ് എത്ര എന്ന് കണ്ടുപിടിക്കണം മോനെ. അതാണ് ഇതിന്റെ ഏറ്റവും ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവം. എന്താണ് റേഡിയസ്? റേഡിയസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? ഈ ഇങ്ങനെ കിട്ടിയത് ഇതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടി. ഹൈറ്റ് എത്ര മോനെ? 25. റേഡിയസ് എത്ര എന്ന് പറയാമോ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? ഈ നീളം എത്ര? ഈ നീളം എത്ര? 48. അതിനെ വളച്ച് വന്നപ്പോൾ ഈ റൗണ്ട് എന്താ? ഈ നീളമാണ് റൗണ്ട് ആയത്. ഈ നീളമാണ് എന്തായത്? റൗണ്ട് ആയത്. അപ്പോൾ 2 ഇവിടുത്തെ πr ഈക്വൽ ടു ആരാമോനെ? 48. 2πr ആണ് ആരാമോനെ? 48. എന്തുകൊണ്ടാ 2πr 48 ആവാൻ കാരണം? ഇതെത്രയായിരുന്നു നീളം? ഇത് ഇങ്ങനെ വളഞ്ഞു വന്നപ്പോൾ ഈ നീളവും ആര് തന്നെയാ? 48. ഈ നീളം 48, ഈ നീളവും 48. അപ്പൊ ഈ നീളം എന്ന് പറഞ്ഞാൽ ആരാമോനെ? സർക്കംഫറൻസ്, ചുറ്റളവ്, പെരിമീറ്റർ. പെരിമീറ്റർ എത്രയായിട്ട് മാറി? 48. ദാറ്റ് ഈസ് ആരാമോനെ? അത് 2πr ഈക്വൽ എത്രയാണ്? 48. അവിടുന്ന് നമുക്ക് r-നെ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? r-നെ കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് തന്നെ ഇവിടൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ ഈ r ഇവിടെ വേണം കേട്ടോ. r വേണം. അവിടുന്ന് r ഈസ് ഈക്വൽ ടു 48 ബൈ ആരെന്ന് വരും മോനെ? 2π. r-ന്റെ വാല്യൂ എത്ര? 48 ബൈ 2πr. അവിടുന്ന് 48, അവിടുന്ന് r ഈക്വൽ ടു 48 ബൈ 2π. ഈ രണ്ടും കൊണ്ട് 48നെ വെട്ടിയാൽ 24. ആൻസർ 24 ബൈ ആരാമോനെ? π. ഇതാണ് നമ്മുടെ ആര്? റേഡിയസ്. റേഡിയസ്. ഇനി ഞാൻ ഇവിടോട്ട് കൊടുക്കാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിച്ചോ. ടോട്ടൽ സർഫസ് ഏരിയ. ഈ ഫോർമുല എടുക്കുമ്പോൾ ഇതൊന്ന് വായിച്ച പോലെ 2πrh അല്ലയോ? 2πr ഇൻറ്റു h പ്ലസ് 2πr² എന്നാണോ? 2πrh. ഈ 2πrന്റെ വാല്യൂ എത്രന്ന് കിട്ടിയ മോനെ? 2πr എത്ര? 48. ഇൻറ്റു ഹൈറ്റ് നമുക്ക് എത്രന്ന് കിട്ടിയ മോനെ? 25. അപ്പൊ 48 ഇൻറ്റു ആരാ? 25 പ്ലസ് 2π ഇൻറ്റു r². r എത്ര മോനെ? r എത്ര? 24 ബൈ π. അപ്പൊ r² എത്ര ആയിരിക്കും? 24 ബൈ π ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുന്ന അറിയാമല്ലോ. ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അത് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഓക്കെ, പ്ലസ് 2π ഇൻറ്റു 24² 576 ബൈ ആരെന്ന് വരുമോനെ? π². ഏതാ? 24 ബൈ π² എന്ന് പറയുമ്പോൾ 24ന്റെ സ്ക്വയർ എഴുതണം, പൈയുടെ സ്ക്വയർ എഴുതണം. 24ന്റെ സ്ക്വയർ 576, പൈയുടെ സ്ക്വയർ π². ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന എളുപ്പം പറയാമോ? 48 ഇൻറ്റു 25 എത്രയാണെന്ന് എളുപ്പം പറയാമോ? 48 ഇൻറ്റു 25 48 ഇൻറ്റു 25 എത്ര? എത്രന്ന് പറഞ്ഞേ? 1200. ഓക്കെ, 1200. അപ്പോൾ ആൻസർ കിട്ടിയപ്പോ 1200 പ്ലസ് മോനെ ഇവിടെ ഒരു പൈ വെട്ടിപ്പോത്തില്ലയോ? ബാക്കി 2 ഇൻറ്റു ആറുണ്ട്? 576. ആൻസർ വരുമ്പോൾ 2 × 6 12, 5 11. ഓക്കെ, ബൈ 3 പോയിന്റ് ആരാ?
3.14 576 കേട്ടോ. വേണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാമായിരുന്നു. വെട്ടിക്കുറയ്ക്കണോ അതോ ഇങ്ങനെ ഇട്ടാൽ മതിയോ? വേണ്ട, ഇത് മതി അല്ലയോ? ഇനി 1200 ഇനി നിങ്ങൾ 1152 3.14 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതിനു വേണ്ടി വേണമെങ്കിൽ പോയിന്റ് ഇട്ട് 2 0 കൊടുത്ത് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോയിന്റ് കളയാം. 11220314 കേട്ടോ. 2 0 കൊടുത്ത് 314 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട് 1200 പ്ലസ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറോടെ പ്ലസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ കിട്ടും. ഇത്രയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇച്ചിരി പാടായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റൻ അല്ലേ ടെക്സ്റ്റ് ബുക്കിലെ, നിങ്ങൾ ആ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇച്ചിരി ഏറെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതാണ് ക്വസ്റ്റൻ. ഇത് ശ്രദ്ധിക്കേണ്ട എത്രയുള്ള മോനെ? ഇവിടെ 48 25 48 എന്ന് പറഞ്ഞ സൈഡാണ് വളഞ്ഞ് സർക്കിൾ ആവുന്നത്. 25 എന്നുള്ള സെന്റിമീറ്റർ ഹൈറ്റ് ആയിട്ട് മാറുക. മനസ്സിലായല്ലോ? ഈ 48 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് പെരിമീറ്റർ ആയിട്ട് വരും. ബേസ് പെരിമീറ്റർ ആയിട്ട് വരും. അതാണ് 2πr ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് 6 കണ്ടുപിടിക്കണം. എന്നിട്ട് TSA ക്കുള്ളിലോട്ട് കൊടുക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ.